ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം 178 വീടുകൾ നമ്മൾ സാങ്കേതികമായ ദുരന്തബാധിതർക്ക് കൈമാറി കഴിഞ്ഞു സർക്കാർ. ആ പെയിന്റ് അടി അടക്കം പൂർത്തീകരിച്ച വീട്ടിലാണ് രണ്ടിടത്ത് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുകയും ഞാൻ ചോദിക്കുന്നു അതിൽ അവർക്ക് ആശങ്ക പറയുകയും ചെയ്തത്. അവർ പറയുന്നത് വെള്ളം കിനിഞ്ഞിറങ്ങി. ഇന്നലെ ഒരാളെങ്കിൽ അക്കാര്യം പറഞ്ഞു ഒരു ക്രാക്ക് ഉണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുക കൂടി ചെയ്തു. അത് ഗൗരവതരമല്ലേ? ക്രാക്ക് ഉണ്ടത് എന്ന് നമ്മളിപ്പോൾ മാന്തി നോക്കുമ്പോൾ റോബിന് കൂടി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അല്ല, അവിടെ പിന്നെ എന്താണ് ചെയ്തിരിക്കുന്നത്? അല്ല, ആ വളരെ കൃത്യമാണല്ലോ. അതിൻ്റെ നടുവിൽ കിനിഞ്ഞു വന്ന ഒരു ചെറിയ പാടുണ്ട്. അതിന് ചുറ്റും പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതാണ്. ക്രാക്കാണ് ഉണ്ടായത് എങ്കിൽ നമ്മൾ ആ സാധനം കൊണ്ട് ഉരച്ച സാധനം കൊണ്ട് ഉരച്ചാൽ അത് പോകില്ല. ഞാൻ തന്നെ നേരിട്ട് നോക്കിയതാണ്. അവിടെ ചുറ്റും വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിവർക്ക് ഔപചാരികമായി പട്ടയവും രേഖകളുമാണ് നമ്മൾ കൈമാറിയത്. വീടിൻ്റെ താക്കോൽ സാങ്കേതികമായ കൈമാറ്റം മാത്രമേ ഉള്ളൂ. അതിനകത്ത് 178 പേരുടെയും പെയിൻ്റ് അടിച്ച വീടുകൾക്കകത്ത് കിഫ്കോണും അതുപോലെ തന്നെ ഊരാളുങ്കലും സംയുക്ത പരിശോധന നടത്തിയതിനു ശേഷം വീട്ടുകാരെ കൂടി ഒപ്പം ചേർത്ത് പരിശോധിച്ചാണത് ഔപചാരികമായി കൈമാറുക. അതുകൊണ്ടാണ് ഔപചാരികമായി കൈമാറിയാൽ അവർക്ക് ദിനപത്തയും വീടിൻ്റെ വാടകയും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ വാടകയും ദിനപത്തയും അതുവരെ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അവരോട് ഞങ്ങൾ ചോദിച്ചു, ഈ 10, 15, 28, 50 വീട്ടുകാർക്ക് മാത്രമായി മാറേണ്ടതുണ്ടോ? അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് മാറിയാൽ മതി. അവർ തന്നെ പറഞ്ഞ കാര്യമാണ്, ഒരുമിച്ച് മാറിയാൽ മതി. ഇന്നൊരാൾക്ക് മാറണം എന്ന്, ഈ പൊടിയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ മാറണം എന്ന് പറഞ്ഞാൽ ഇന്ന് കിഫ്കോണും ULCCയും അവരും കൂടി പരിശോധന നടത്തി കയറാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം, മുകളിൽ താഴെ നിന്നാണ് സാൻഡ് പേപ്പർ വെച്ച് വരച്ചത്. മുകളിൽ നമുക്കിപ്പോ കയറാം. മേൽക്കൂരയിൽ അടക്കം അതിന്റെ പാടുകളുണ്ട്. അതോടെ മാത്രമല്ല, നമുക്കിപ്പോ കയറാം. അത് മാത്രമല്ല, അവിടെ നിന്ന് വെള്ളം താഴ്ന്ന് കിരിഞ്ഞിറങ്ങുന്ന കാര്യം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇതിന്റെ ആ വീടിന്റെ മുകളിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങാൻ പാടില്ലാത്ത വിധമുള്ള നടപടിക്രമങ്ങൾ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ റോബിനോട്, 24 മണിക്കൂർ വെള്ളം വെച്ച് നോക്കി. ഒരു ചെറിയ കിനിഞ്ഞിറങ്ങൽ കണ്ടാൽ അത് അവിടെ ക്യൂയർ ചെയ്ത് വീണ്ടും വെള്ളം നിറയ്ക്കും. വീണ്ടും വെള്ളം നിറച്ചതിന് ശേഷം ആ ഭാഗത്ത് എക്സ്പോക്സി ട്രീറ്റ്മെൻറ്റ് വലിച്ചു എന്ന് കണ്ടാൽ അതിന് മുകളിൽ വീണ്ടും ഒരു വാട്ടർ പ്രൂഫ് നടത്തും. വാട്ടർ പ്രൂഫിൻ്റെ മീതെ 2 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ ഇടത്തോട്ട് തിരിച്ച് ഒരു സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് വിള്ളലുണ്ടായാലോ 5 കൊല്ലം വരെ ഇതിൻ്റെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉണ്ട്. അത് നിർബന്ധമായും ULCC ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് പണം പേയ്മെന്റ് കൊടുക്കില്ല. ഇപ്പോഴത്തെ ഈ ചോർച്ചയുടെ കാര്യത്തിൽ ആശങ്ക തന്നെയാണ് യഥാർത്ഥത്തിൽ ദുരന്തബാധിതരും പങ്കുവച്ചിരിക്കുന്നത്. അതല്ല, ഞാൻ മറ്റത്തിലല്ല റോബിന്. ചോർച്ച എന്ന വാക്ക് എൻ്റെ നാവിൽ നിന്ന് തന്നെ ആവർത്തിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ, പക്ഷെ എൻ്റെ നാവ് അങ്ങനെ വാടകയ്ക്ക് കൊടുക്കാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരാളായിട്ട് ചോദിച്ചാ ഒരാളായിട്ട് അവർ തന്നെ സ്ഥിരീകരിക്കുന്നത് ഏത് മീഡിയയാണ്? റിപ്പോർട്ടറാണ്. ഞാൻ ഒരാളോട് പറയണമെങ്കിൽ ഒരാളോട് പറയാം, രണ്ടാളോടും കൂടി പറയണമെങ്കിൽ രണ്ടാളോട് കൂടി പറയാം. അവിടെയുള്ളത് ഷ്രിങ്ക് ക്രാക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കിരിഞ്ഞു വരുന്നു ഒരു വീടിൻ്റെ മുഖത്ത്. കൈമാറുന്നതിന് ശേഷം ഉണ്ടായാലല്ലേ ഈ പ്രശ്നത്തിൻ്റെ വിഷയം ഉണ്ടാകുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ 401, എനിക്ക് ഏറ്റവും സന്തോഷം മാധ്യമങ്ങളോടുള്ളത്, മാർച്ച് 1 കഴിഞ്ഞ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോഡ് ഓഫ് കോണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് പോയിട്ടും രാപ്പകലില്ലാത്ത വിധം നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് സർക്കാരിന് വേണ്ടിയുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ നിങ്ങൾ കരുതുന്ന ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമല്ല, അത് കിനിഞ്ഞിറങ്ങലാണ്. ഇനി അവിടെ കിനിഞ്ഞിറങ്ങലൊരു പ്രശ്നമാണെങ്കിൽ തീർത്ത് ആ വീടിൻ്റെ ഉടമസ്ഥന് കൊടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പരിശോധിച്ചൊരു ക്രാക്ക് ഉണ്ടായാൽ ULCC തന്നെ പൂർത്തീകരിച്ച് തരേണ്ടി വരും, അല്ലാതെ പണം കൊടുക്കില്ല. ബാക്കി 375 വീടുകളെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ ചോദ്യം വന്നിരിക്കുന്നതും വാർത്തയാവാനും കാരണം 375 വീടുകളുണ്ട്. അല്ല, ആ 178 വീടുകൾ നമ്മൾ സാങ്കേതികപരമായി കൈമാറി എന്നതാണ്. അത് പെയിന്റ് അടക്കം അടിച്ചു കൊടുത്തു. അവിടെയാണ് ഈ ക്രാക്ക് വന്നതെന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള വീടുകൾ അല്ല. റോബിനെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആ സംഭവം നിങ്ങളിപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് അവർക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള വാടക കൊടുക്കാൻ പറ്റില്ല. കൈമാറി എന്ന് പറഞ്ഞാൽ അവർക്ക് ദിനവത്ത കൊടുക്കാൻ പറ്റില്ല. കൊടുക്കരുത് എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതല്ല പട്ടയ കൈമാറ്റം. പട്ടയം അവരുടെ വീടിന്റെ ഉടമസ്ഥതയാണ് കൈമാറിയിട്ടുള്ളത്. അതെ, ആ താക്കോൽ ദാനത്തിന്റെ അല്ല, അതാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ സാധനത്തിന്റെ സാങ്കേതിക കൈമാറ്റം നടന്നെങ്കിലും അവർക്ക് വീട്ടിൽ താമസിക്കാവുന്ന വിധത്തിലേക്ക് ഇത് കൈമാറുമ്പോൾ ഇത്തരം വിശേഷങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല,
അവിടെ അതുമായി ബന്ധപ്പെട്ട് തുടർന്നൊരു പ്രശ്നം ഉണ്ടായാലോ ULCC അതിന് ഉത്തരവാദിത്തമാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ വാർത്തയായി വന്നിട്ടില്ല. ഇപ്പം ഞങ്ങളവിടെ ദുരന്തബാധിതർ ഞങ്ങളെ കാണിച്ചു തന്നാണ്. അവരുടെ 87ാമത്തെ നമ്പർ വീട്ടിൽ അവിടെ സ്ക്രൂ ചെയ്തിരിക്കുകയാണ് അടിയിൽ മേൽക്കൂര മുഴുവൻ. അങ്ങനെ 2 ബെഡ്റൂമുകളിലാണ്. ഇതിനേക്കാൾ കുറെ കൂടി ഗൗരവമാണ്. കണ്ടിട്ട് അത് ലീക്ക് തന്നെയാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. റോബിൻ, അതും റിപ്പോർട്ട് ചെയ്തോളൂ, എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അവരവിടെ താമസിച്ചു തുടങ്ങുമ്പോൾ ഒരു തുടർ നടപടികളും ആ വിധത്തിലുണ്ടാകില്ല എന്നുള്ളത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. അതുണ്ടായാൽ ULCC സമാധാനം.